സൗകര്യങ്ങൾ ഇല്ലെന്ന് തുറന്നു പറഞ്ഞ് കോന്നി മെഡിക്കൽ കോളേജിൽ നോട്ടീസ് പതിച്ച് ജനറൽ സർജറി വിഭാഗം മേധാവി. വേണ്ടത്ര ഉപകരണങ്ങളുടെ അപര്യാപ്ത ജീവഹാനി വരെ വരുത്താമെന്നാണ് നോട്ടീസിലെ മുന്നറിയിപ്പ്. നോട്ടീസ് പതിക്കാൻ ആരും നിർദ്ദേശം നൽകിയിരുന്നില്ല എന്നും ജനറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദിനോട് വിശദീകരണം തേടുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി. വകുപ്പ് മേധാവി ഡോക്ടർ ശിവപ്രസാദിനെ തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തി. ശസ്ത്രക്രിയയ്ക്കെത്തുന്ന രോഗികൾ ആശുപത്രിയുടെ അപര്യാപ്തതകൾ അറിഞ്ഞിരിക്കണമെന്നായിരുന്നു ജനറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദ് നോട്ടീസ് പതിച്ചത്. വേണ്ടത്ര ഉപകരണങ്ങളുടെ അപര്യാപ്തത ജീവഹാനി വരെ വരുത്താം. സുസജ്ജമായ തീവ്രപരിചരണ വിഭാഗമില്ല. പരിശീലനം ലഭിച്ച വേണ്ടത്ര ജീവനക്കാരില്ല. വൈകിട്ട് 5 മണിക്ക് ശേഷം ഫാർമസി ഇല്ലാത്ത അവസ്ഥയുണ്ടെന്നും പൊളിഞ്ഞു വീഴുന്ന പെയിന്റുകൾക്കുള്ളിൽ നിന്ന് രോഗികൾക്ക് അണുബാധയുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും നോട്ടീസിൽ പറയുന്നു. നോട്ടീസ് പതിക്കാൻ ആരും നിർദ്ദേശം നൽകിയിരുന്നില്ല എന്നും ജനറൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദിനോട് വിശദീകരണം തേടുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഈ ഓർത്തയുടെ വിഷയം ഉണ്ടായില്ലേ, സംബന്ധിച്ചാണ് പുള്ളി ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ഇവരൊക്കെ റിസ്ക് എടുത്തില്ല ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു വിശദീകരണം ചോദിക്കാനായിട്ട് 24 വാർത്ത പുറത്തുവന്നതോടെ സെക്യൂരിറ്റി ജീവനക്കാരെത്തി നോട്ടീസ് മാറ്റി. അതേസമയം വകുപ്പ് മേധാവി ഡോക്ടർ ശിവപ്രസാദിനെ തള്ളി ആരോഗ്യമന്ത്രി രംഗത്തെത്തി. ഡോക്ടർ ശിവപ്രസാദ് നേരത്തെ നടപടി നേരിട്ടയാളാണെന്നും മന്ത്രി വീണ ജോർജ്. ഡോക്ടർ ശിവപ്രസാദിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ച ഒരാളാണ്. വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി നടത്തുകയും ചെയ്ത് ആ എൻക്വയറിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഇൻക്രിമെന്റ് ബാർ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ട് ഉണ്ട്. ഡോക്ടർ ശിവപ്രസാദിനെതിരെ അച്ചടക്ക നടപടിയെടുക്കുന്ന കാര്യം ഉൾപ്പെടെ ആരോഗ്യവകുപ്പിന്റെ പരിഗണനയിലുണ്ട്. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.